അമ്മേ അയ്യോ എന്താടാ? ഭയങ്കര വയറുവേദന. ആ സ്റ്റോണിന്റെ അന്ന് തോന്നണേ. എങ്കിൽ ഡോക്ടറെ കാണിക്കാം. ഞാൻ പോണ ഹോസ്പിറ്റലിൽ വളരെ നല്ല യൂറോളജിസ്റ്റ് ഉണ്ട്. വേണ്ടമ്മ, ഇതടക്കുള്ളതാ. ഇതടക്ക് പറഞ്ഞല്ലേ, ഓർമ്മയില്ലേ അന്നൊരിക്കേ? അന്ന് അയ്യോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഹോമിയോ മരുന്ന് റൂമിലിരിക്കണ്ട്. ഹോമിയോ മരുന്ന് കഴിക്കുമ്പോ വേറെ മരുന്നൊന്നും കഴിക്കാൻ പാടില്ലെന്ന ഡോക്ടർ പറഞ്ഞിരിക്കണേ. അത് കഴിക്കുമ്പോ മാറിക്കൊള്ളും. എന്നിട്ട് നീ ഹോമിയോ മരുന്ന് കഴിക്കുന്നത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങളെ കാണിച്ചുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമോ? മനുഷ്യനോട് വയറുവേദന എടുത്തിരിക്കുമ്പോഴാണ് അവൻ്റെ ഒരു തമാശ. ശരി ശരി, നിനക്കിപ്പോ എന്നാ വേണ്ടത്? നിന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകണം. അയ്യോ വേണ്ട, അമ്മയ്ക്ക് ആശുപത്രിയിലെത്താൻ ലേറ്റ് ആവും. എന്നെ ഇവിടെ എങ്ങാനും വിട്ടാൽ മതി. ഞാൻ ഒരു ഓട്ടോ എടുത്ത് പോക്കോളാം. സീരിയസ് ആയിട്ട് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ മൊബൈലിലേക്ക് വിളിക്കാം. വണ്ടി നിർത്തോ, എന്റെ വയറ് പൊളിഞ്ഞേ. അമ്മേ എന്റെ വയറ്. എടാ ഞാനും കൂടെ വരണോ? വേണ്ട വേണ്ട, ക്ലാസ് കളയണ്ട, പഠിത്തത്തെ ശ്രദ്ധിക്ക്. പോയിട്ട് വരട്ടെ അമ്മേ. കുട്ടികളെ നോക്കണേ. ഇവന്റെ വയറ് കാലിലാണോ? വയറുവേദനയ്ക്ക് ഇവനെന്തിനാ ഞൊണ്ടുന്നത്? ഇതൊരു സാധാരണ വയറുവേദന അല്ലല്ലോ. ഓഹോ, സ്റ്റോൺ അല്ലേ? അയ്യോ പോയില്ലേ? പോക്കോ പോക്കോ. അമ്മയ്ക്ക് ലേറ്റ് ആവും. സ്റ്റോൺ അണ്ണാ, അല്ല ഓട്ടോ അണ്ണാ. Very nice place. Very cheap also. Come, please. French with Indian collaboration. Kattiki murcha kutiko. Muri onvaanallo le. Oh yes. This is our house owner, Miss Kamala. Bonjour monsieur. Bonjour. Bonjour madame. Bonjour. I'm François, and she's my wife Stephanie. Oh, bienvenue monsieur. Merci. I will show you the room. Please come. Okay. എന്താ ക്ലാസ്സിൽ പോയില്ലേ? പെട്ടെന്നൊരു വയറുവേദന ഓട്ടോയില് വരുമ്പോരുണ്ടായിരുന്നേ. ഭയങ്കര അത്ഭുതം. ഇപ്പില്ല. ഈ ഓട്ടോറിക്ഷ കൊണ്ടുള്ള ചില ഗുണങ്ങളെ. അയ്യോ ഞാൻ ചാവി വാങ്ങാൻ മറന്നു. ചിലപ്പോ അവന്റെ ആവും, ആ ദീപുന്റെ. സ്പെയർ ഉണ്ട്, തരാം. തിരക്കില്ല. കമലയെ സമ്മതിക്കണം. ഒറ്റയ്ക്ക് ഇതൊക്കെ മാനേജ് ചെയ്യണ്ടല്ലോ. ഒറ്റയ്ക്കല്ലല്ലോ, അമ്മയും പത്നിയൊക്കെ ഇല്ലേ? അതെ. എന്താ പാപ്പാ പോയില്ലേ? പെട്ടെന്ന് പഴയ സ്റ്റോണിന്റെ വേദന. ഓ, മൂത്രക്കല്ല്. സായിപ്പിന്റെ മെനു ഇച്ചിരി കട്ടിയാ. ഹോംലി ഫ്രഞ്ച് ഡിഷ് തന്നെ വേണമെന്ന്. ഈ ഹോംലി ഫുഡ് അങ്കിൾ സാമിന്റെ കടയിൽ നിന്ന് കിട്ടുമെന്ന സംശയം. എവിടെ നോക്കട്ടെ. ബഗേറ്റ് 2 pieces. ബഗേറ്റ് ബ്രെഡ്. ഓങ്ലി ഷെലോക്ക് ഓഷ്യനോ വാൻ ബ്ലോം ഷെദോബ്രിയ ബ്രിയാനസ്. ഇതുണ്ടാക്കാനാണോ പ്രയാസം? ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഞാൻ സഹായിക്കാം. കുട്ടിക്ക് അത് കണ്ട് പഠിക്കുകയും ചെയ്യാലോ അല്ലേ? അതിനവര് തൈര് സാധം വേണമെന്നല്ലോ പറഞ്ഞത്. നിനക്കെന്താ പണി? നിനക്കെന്താ ജോലിന്ന്? ബീഡാ ഷോപ്പ്. ബീഡാ ഷോപ്പ് എന്നാ പോയി ബീഡ വെക്കണം കീഴെ. ഇത് ഹൗസ് ഓണർ ഹൗസ് കസ്റ്റമർ നമ്മളുടെ പ്രശ്നമാണ്, മനസ്സിലായ? ഈ ബ്രോക്കറോട് പോവാൻ പറയാൻ കമലെ. പോടാ ബ്രോക്കറെ. ഒരു മിനിറ്റ്. എന്താ ബൂസ്? അന്ന് 3 പേരെ വിളിച്ചത്, ഇന്ന് ഒരാളുടെ വിളിപ്പിക്കല്ലേ. ചെല്ലി. ഓ വൈകുന്നേരം വിളിച്ചാ മതി. ചെയ്യണ കാര്യം പറഞ്ഞതാ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓങ്ലി ഷെലോക്കി തുടങ്ങാം. ഓങ്ലി ഉണ്ടല്ലോ അല്ലേ? ബീഫേ. എനിക്ക് വയറുവേദന വന്നതും അത് പെട്ടെന്ന് മാറിയതും ഒക്കെ കമലയുടെ ഒരു ഭാഗ്യ. അല്ല, എനിക്കിങ്ങനെ കമലയെ സഹായിക്കാൻ പറ്റിയല്ലോ. ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെൺകുട്ടിക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. കാരണം ഞാനുണ്ടല്ലോ. പഠിക്കായിരുന്നു കേട്ടോ. എന്തോ? അല്ല, ഇതൊക്കെ ഒന്ന് പഠിക്കായിരുന്നു എന്ന് പറയായിരുന്നു. പാചകം ഒരു കമലയല്ലേ കലേ? അല്ല കലയല്ലേ കമലേ? അതെ. എന്താന്നറിയില്ല, ചെറുപ്പം മുതലേ എൻ്റെ ഒരു ടേസ്റ്റ് ഇതിനോടാ. പ്രത്യേകിച്ച് ഫ്രഞ്ച് ഫുഡിനോട് എനിക്കൊരു പ്രത്യേക കമ്പാ. അപ്പോ ഇല്ലത്ത് ചെറുപ്പം മുതലേ ഫ്രഞ്ച് ഡിഷ് ആയിരുന്നു പതിവ് അല്ലേ? ഈ കമലയുടെ ഒരു ഫ്രഞ്ച് ഡിഷ്. അതെ, ഫ്രഞ്ച് ഡിഷ്. ഇത് ഐശ്വര്യമായിട്ട് പിടിച്ചേ. ഫുഡ് സെർവ് ചെയ്യുന്നത് ഒരു കലയാ അഷ്ടമൂർത്തി. ആണോ? പിന്നെ അതെ, ഫുഡ് സെർവ് ചെയ്യുന്നതും ഒരു കലയാണ്. എന്നാ നടക്ക്. അല്ല, അപ്പൊ കമല വരണില്ലേ? ഞാൻ കൂടെ തന്നെ ഇല്ലേ? അത് മതി, വാ. എല്ലാ കാര്യത്തിനും എന്റെ കൈ തന്നെ വരണമെന്നല്ല കമല. ഇത്ര പെട്ടെന്ന് സ്റ്റോൺ പോയോ? ഈ കുട്ടി ഒരു മരുന്ന് തന്നു, അത് കഴിച്ചപ്പ തന്നെ പോയി അല്ലേ കമല? അപ്പൊ പിന്നെ സമയമുണ്ടല്ലോ, കുട്ടിയൊന്ന് സഹായിക്കാന്നും കരുതി.
നമുക്കൊരു പ്രാക്ടിക്കലും ആവുമല്ലോ. നിങ്ങൾ എന്താ തിരിച്ചു പോന്നെ? ക്ലാസ് ഇല്ലേ? ചെല്ല് ചെന്ന് ഫുഡ് സെർവ് ചെയ്. ഡ്യൂട്ടി ഫസ്റ്റ്. വേണ്ടേ? മാറിപ്പോട്ടെ ദീപു. വേണോ? വേണ്ട. താങ്ക്സ്. കമലേ വാ. ചെല്ലടാ കമല ഒരു minute. കമലേ വേണ്ട വാ. പോടേ. സായിപ്പേ നിന്റെ ഓങ്കലേലി ശലോത്തുന്ന സൂക്കേട് സ്റ്റോണിന്റെ ഒന്നുമല്ല, ഞരമ്പിന്റെയാ. അതിന് ഈ മരുന്നൊന്നും പോരാ. ഞങ്ങളൊരു മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. കമലയും കൂടി ഒന്ന് സഹായിക്കണം. എന്താ? ഏ? പറയാം. സോമാലി എന്ന് വന്ന സായിപ്പ. അമ്മേ ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഞാൻ പോട്ടെ. നിന്റെ സൂക്കേടിന് ഈ കൊച്ചു വേറൊരു മരുന്ന് തരാന്ന്. എന്താ? കണ്ടോ, ഇത് രാഖി. നോർത്തിലൊക്കെ ഒരു പ്രത്യേക ദിവസം വലിയ ആഘോഷമായിട്ട് പെൺകുട്ടികൾ ആൺകുട്ടികളുടെ കയ്യിൽ ഇത് കെട്ടിക്കൊടുക്കും. അങ്ങനെ കെട്ടിക്കൊടുത്താ പിന്നെ ജീവിതകാലം മുഴുവൻ ആ പെങ്കൊച്ചവന്റെ പെങ്ങളാണ്. നിന്റെ ഈ സ്റ്റോണിന് ഇതേ ഒരു മരുന്നുള്ളൂ. കമല ഐശ്വര്യമായിട്ട് ഇതൊന്ന് കെട്ടിക്കൊടുത്തേ. എന്താ ഇതൊക്കെ? നമ്മളൊക്കെ മലയാളീസ് അല്ലേ, നമുക്ക് എന്തിനെങ്കിലും നോർത്ത് ഇന്ത്യൻസിന്റെ ആചാരങ്ങള്. കേരളം ഇപ്പൊ നോർത്ത് ഇന്ത്യയിലല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. കമല കെട്ടിക്കോളൂ. വേണ്ടടാ വേണോടാ? കമലേ പറടാ ദീപു. വേണ്ടടാ, ഞങ്ങള് നമ്പൂരിമാരെ ഒന്നും കെട്ടാൻ പാടില്ല. കൈപിടി. അയ്യോ, ഇത് അമ്മമ്മ മരിക്കാൻ നേരത്ത് കെട്ടി തന്ന ചരടാ. കമലെ ബുദ്ധിമോശം കാണിക്കരുത്. പെങ്ങളായി. ഇന്നു മുതൽ കമല നിന്റെ ബഹൻ, നീ കമലയുടെ ഭായ്, ഉത്തരവാദിത്വമുള്ള സഹോദരൻ. ഞാൻ നിന്റെ അളിയനും. അവനെ രാഖി കെട്ടിയ കൈനീട്ടം കൊടുക്കണം. സായിപ്പ് പോയി ടിപ്പൊന്നും തന്നില്ലേ? ചെല്ലടാ, പോയി സായിപ്പ് നിന്ന് എച്ചിൽ പ്ലേറ്റ് പോയി എടുത്തേച്ചു വാ. ഞാൻ വരണോ ഭയ്യ? വേണ്ട ബഹൻ.